വയനാട് പനമരത്ത് തോട്ടത്തിൽ തമ്പടിച്ച 4 കാട്ടാനകളിൽ 2 എണ്ണത്തിനെ വനം വകുപ്പ് കാട്ടിലേക്ക് തുരത്തി. പുഞ്ചവയൽ പരിയാരത്തെ തോട്ടത്തിലാണ് കാട്ടാനകൾ ഉണ്ടായിരുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ശാശ്വത സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു വനം വകുപ്പിന്റെ ദൗത്യം. പുഞ്ചവയൽ പരിയാരത്തെ തോട്ടത്തിൽ നിലയുറപ്പിച്ച 4-ൽ 2 ആനകളെയാണ് വനത്തിലേക്ക് പായിച്ചത്. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ശേഷമായിരുന്നു തുരത്തൽ. പതിവായെത്തുന്ന ആനകളെ തുരത്താൻ സ്ഥിരം സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് മേൽനോട്ടത്തിനെത്തിയ തഹസിൽദാരുടെ വാഹനത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. വനംവകുപ്പ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വനംവകുപ്പ് ഒന്നും ചെയ്യാൻ പറ്റാ. ഇവിടുത്തെ സർക്കാരും ചെയ്യാൻ പറ്റാ. ഞാൻ ഇവിടെ എന്റെ മുന്നിൽ ഇത് നോക്ക്, എന്റെ വീടിന്റെ ഈ 2 സൈഡ് കൂടെ ആന പറ്റാ. 1-2 അല്ല, ഇന്നലെ ഓടിച്ചിട്ട് ആനയാടി വരുന്നത്. ഞാൻ ഇന്നലെ 8 മണിക്ക് ആന ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ടാണ് എല്ലാ വഴിക്കും വരായിരുന്നു. ഉദ്യോഗസ്ഥന്മാര് ഫെൻസിന് മുഴുവൻ തകർത്തു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല. ഇത് 30 കൊല്ലമായിട്ട് ഈ ആന വരുന്നുണ്ട്. 2 ആനകൾ ഇപ്പോഴും തോട്ടത്തിലാണ്. ഇത് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത തുടരുകയാണ് വനംവകുപ്പ്. രാത്രിയിൽ ആനകൾ വനത്തിലേക്ക് കയറിപ്പോയില്ലെങ്കിൽ ദൗത്യം നാളെ പുനരാരംഭിക്കും. മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.